ഡോക്ടർ അമീർ പിച്ചാൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമർ എംപ്ലോയി ആണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗസയിൽ വീണ്ടും ഇസ്രായേൽ നരഹത്യ നടത്തുകയാണ്. ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് നരഹത്യ നടത്താനുള്ള നെതന്യാഹുവിനെ പ്രേരിപ്പിച്ച ഘടകമെന്ത് എന്നതുൾപ്പെടെ ഈ വിഷയത്തിൽ ഏറെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അമീർ പിച്ചാൻ നമ്മോട് സംസാരിക്കുന്നു. സർ, സ്വാഗതം. എന്താണ് നെതന്യാഹുവിനെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഒരു രാത്രി ഇത്രയും ഭീകരമായ ഒരു നരഹത്യ നടത്താൻ പ്രേരിപ്പിച്ചത്? നമുക്ക് മനസ്സിലാവുന്നത് പക്ഷെ അധികാരം നിലനിർത്താനുള്ള ഒരു തന്ത്രമാണ് എന്നാണ്. എന്താണ് സാറാണ് ഈ രംഗത്ത് ഏറെ ഗവേഷണം നടത്തിയ ഒരാളാണ്, ആ നിലയിൽ എന്താണ് പറയുന്നത്? ഇത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റംസാൻ മാസത്തിൽ ഒരു പാതിരാത്രി വെടിയുണ്ട ഉതിർത്ത് ബോംബിട്ട് ഇത്രയൊരു ദാരുണമായ ഒരു അക്രമം നടത്തി എന്നുള്ളതിനെ 2-3 കാര്യങ്ങൾ വെച്ചിട്ട് വേണം വിശദീകരിക്കാൻ. ഒന്ന്, 6 വെടിനിർത്തൽ ലംഘിച്ചു. എന്തുകൊണ്ട് ഇപ്പോൾ ലംഘിച്ചു? ആ ടൈമിങ്ങിൻ്റെ കാരണം ഇത് 3 ഘട്ടങ്ങളായിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ 6 ലംഘിച്ചെന്ന് പറഞ്ഞാൽ ഇത് വെടിനിർത്തൽ കരാർ ഒരു 3 സ്റ്റേജ് കരാറുകളായിട്ടാണ് ആദ്യം നെതന്യാഹു അടക്കം ഒപ്പിട്ടത്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഇതുവരെ കഴിഞ്ഞത്. ആ ഫസ്റ്റ് സ്റ്റേജിൽ ബന്ദികളെ ജീവിച്ചിരിക്കുന്ന മിക്കവാറും ബന്ദികളെയും മോചിപ്പിച്ചു. കൂടാണ്ട് അതിന് കുറച്ച് പലസ്തീനിയൻ ബന്ദികളെയും ഇസ്രായേൽ മോചിപ്പിച്ചു. ആ മോചിപ്പിച്ച് കഴിഞ്ഞ് ആ അഗ്രിമെൻറ്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകേണ്ടതായിരുന്നു. ആ സെക്കൻഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇസ്രായേലിൻ്റെ മിലിറ്ററി വിഡ്രോവൽ ഗാസയിൽ നിന്ന് നടക്കണം. ആ ഗാസയിൽ അതോടുകൂടി തന്നെ ഈ മറ്റുള്ള ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണം, ജീവിച്ചിരിക്കുന്നവരും അല്ലാത്ത റിമെയിൻസും. പിന്നെ 3ാമത്തെ സ്റ്റേജ് റീകൺസ്ട്രക്ഷൻ. പക്ഷേ നെതന്യാഹു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ തയ്യാറായില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർണ്ണമായിട്ട് നിർത്താൻ അദ്ദേഹം തയ്യാറല്ല. അതോടുകൂടി അവർ ആ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് സൈൻ ചെയ്ത അഗ്രിമെൻറ്റിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു. എന്നിട്ട് ആ ഓൺ ദ ഫ്ലൈ പോകുന്നതോടുകൂടി തന്നെ അവരത് കരാറ് മാറ്റി എഴുതാൻ ശ്രമിച്ചു. അത് ഹമാസ് എതിർത്തു. അവർക്ക് ഒറിജിനൽ കരാർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആണ് യുദ്ധം തുടങ്ങിയെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വാദം. സത്യത്തിൽ അതല്ല സംഭവിക്കുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാനും കംപ്ലീറ്റ് വെടിനിർത്തൽ നടത്താനും കൂടാണ്ട് അവിടുന്ന് ഇസ്രായേൽ ഫോഴ്സിനെ മുഴുവൻ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിൽ ആയിരുന്നില്ല നെതന്യാഹു. അതിന് 2-3 കാരണങ്ങൾ. ഏറ്റവും ഒന്നാമതായി നിങ്ങൾ പറഞ്ഞതിന് ശരി, അയാളുടെ പൊളിറ്റിക്കൽ സർവൈവൽ. അപ്പോൾ നെതന്യാഹുവിന് മുമ്പിൽ നിങ്ങൾ ബന്ദികളുടെ ജീവനും ഇസ്രായേലി ബന്ദികളുടെ ജീവനും അയാളുടെ സർവൈവൽ വെച്ച് ഒന്ന് വെയ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി അയാളുടെ പൊളിറ്റിക്കൽ സർവൈവലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ സർവൈവൽ വേണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തുടരണം. കാരണം ഈ യുദ്ധം തുടർന്നെങ്കിൽ മാത്രമേ ആ എക്സ്ട്രീം റൈറ്റ് വിങ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇസ്രായേലി ഗവൺമെൻറ്റിനും നെതന്യാഹുവിനും കിട്ടുകയുള്ളൂ. അപ്പോൾ ആ യുദ്ധത്തിലേക്ക് ഇറങ്ങി ഉടനെ തന്നെ ബെൻ ഗവീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീം റൈറ്റ് വിങ് എലമെൻറ്റ്സ് ഓഫ് ആ ഇസ്രായേലി സൊസൈറ്റി അയാളെ മിനിസ്ട്രിയിലേക്ക് നിന്ന് പുറത്തു പോയവർ തിരിച്ചു വന്നു. ആ തിരിച്ചു വന്ന ഉടനെ തന്നെ ആ ബെൻ ഗവീറിനെ ഇസ്രായേലി സെക്യൂരിറ്റി മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഈ ബെൻ ഗവീറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെൻ ഗവീർ അവിടെ വെസ്റ്റ് ബാങ്കിലുള്ള സെറ്റിലേഴ്സിന് ആംസ്, അതായത് റൈഫിൾസ് കൊടുത്ത്, നമ്മൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന മാതിരി റൈഫിൾ കൊടുത്ത് അവിടെ ആ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത ആളാണ് അയാൾ. അപ്പോൾ അവരാണ് സെക്യൂരിറ്റി മിനിസ്റ്റർ. ഇസ്രായേലി ജയിലുകൾ പലസ്തീനിയൻ പോപ്പുലേഷൻ കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് അവർ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ആളാണ് ഈ സെക്യൂരിറ്റി മിനിസ്റ്റർ. അവരടക്കം ഇയാളുടെ മിനിസ്ട്രി ക്യാബിനറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതോടുകൂടിയിട്ട് നെതന്യാഹുവിൻ്റെ നെതന്യാഹുവിൻ്റെ ആ ഭൂരിപക്ഷം, കെനസറ്റിലെ ഭൂരിപക്ഷം സിമൻ്റ് ഇട്ട് ഉറപ്പിച്ചു. ഇനി എന്ത് പ്രശ്നം വന്നാലും അയാൾക്ക് പുറത്തു പോകേണ്ടി വരില്ല. കാരണം അത്രയും ഭൂരിപക്ഷം എക്സ്ട്രീം റൈറ്റ് വിങ് എലമെൻറ്റ്സ് വന്നതോടുകൂടി അയാൾക്ക് കിട്ടി. അപ്പോൾ ഒന്ന് അത്. രണ്ടാമത് ഈ മാസം അവർക്ക് ബഡ്ജറ്റ് പാസ്സാക്കേണ്ട നിയമങ്ങളുണ്ട്. പിന്നെ കൂടാണ്ട് ഏറ്റവും കൂടുതലായിട്ട് നെതന്യാഹു ഈസ് ഫേസിങ് ഹിസ് ഓൺ കേസസ്. അയാളുടെ പേരിൽ തന്നെ ഒരുപാട് കറപ്ഷൻ കേസസും ഒരുപാട് കേസുകളും ഇസ്രായേലി കോടതിയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഹി വിൽ ഗോ ഇൻ ടു ജയിൽ. അപ്പോൾ ഈ ഗാസയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഈ കേസുകൾ മാറ്റി വെക്കുകയും അയാൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അയാളുടെ സർവൈവൽ നമ്പർ 1 റീസൺ. നമ്പർ 2, അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഗാസയിൽ നിന്ന് അവിടുത്തെ പോപ്പുലേഷനെ കംപ്ലീറ്റ് തുടച്ച് മാറ്റണം, എത്നിക് ക്ലീൻസും ചെയ്യണം. ദാറ്റ് ഈസ് ജനസൈഡൽ ആക്ടിവിറ്റി, ജനസൈഡൽ വാർ നടത്തണം. അപ്പോൾ അതിന് അവരെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ പോവില്ല.
ഹിസ്റ്ററി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു കൂട്ടം ജനതയെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള. യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതോട് കൂടിയിട്ടാണ് ആൾക്കാരെ മാസ്സായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്, എത്നിക് ക്ലീൻസിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ട്രംപിൻ്റെ ആഗ്രഹം കൂടി ഇതായിരുന്നു. അയാളത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, ഈ ഇസ്രായേലിലെ ജനങ്ങൾ മുഴുവൻ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണം എന്നുള്ളത്. പക്ഷേ അത് പൊളിഞ്ഞുപോയി. അത് ഉടനെ തന്നെ അവർ മറ്റുള്ള 2 രാജ്യങ്ങളും കാറ്റഗോറിക്കലായിട്ട് അത് റിഫ്യൂസ് ചെയ്തു. അതുകൊണ്ട് അവർ ആരും ഈ നോ മോർ റെഫ്യൂജീസ് ഇൻ ജോർദാൻ ഓർ നോ മോർ റെഫ്യൂജീസ് ഇൻ ഈജിപ്റ്റ് എന്ന് പറഞ്ഞ് അത് നിരാകരിച്ചു. പക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഉള്ളിലുള്ള ജനങ്ങളെ കണ്ടമാനം നശിപ്പിച്ചും കൊലപ്പെടുത്തിയിട്ടും, പ്രത്യേകിച്ചും കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടും പിന്നീടുള്ള ഒരു ജനറേഷനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ യുദ്ധഗതി മുമ്പോട്ട് പോകുന്നത്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു കാരണം കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യ ഘട്ടത്തിൽ ബന്ദികളെ ഇവർ മോചിപ്പിച്ച സമയത്ത് ഇവിടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഷോ കാണിച്ചു. ഈ ഹമാസ് വളരെ ആംസൊക്കെ ഡിസ്പ്ലേ ചെയ്തു, റൈഫിളൊക്കെ പിടിച്ചിട്ട് പിന്നെ യൂണിഫോം ഇട്ട ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് അവിടെ വളരെ ഒരു ഡ്രമാറ്റിക് ഷോ നടത്തി. അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമിലിയേറ്റിംഗ് എഫേർട്ടായിരുന്നു. കൂടാണ്ട് ഒരു ക്യാപ്റ്റീവ് ഒരു ഹമാസ് സോൾജേഴ്സിൻ്റെ ഫോർഹെഡ് അടക്കം കിസ് ചെയ്യുന്ന ഒരു രംഗം കൂടി നമ്മൾ കാണുകയുണ്ടായി. ഇതൊക്കെ അങ്ങേയറ്റം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമിലിയേറ്റിംഗ് എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊരു വെഞ്ചൻസ് ഒരു ആക്റ്റാണ്. ഇത് വീണ്ടും നടക്കാൻ പാടില്ല, അതുകൊണ്ടുള്ള ഒരു വെഞ്ചൻസും കൂടിയാണ് ഇപ്പോഴത്തെ ഇതിനൊരു കാരണം. പക്ഷേ ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ഈ സമയത്ത് ഇവർക്ക് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിട്ടിക്കൽ ടൈമാണ്. പക്ഷേ ഗാസയുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങിക്കിടക്കുന്ന റംസാൻ മാസത്തിൽ സുഹൂറിന് മുമ്പ് അവരെ മുകളിൽ 35 ലൊക്കേഷൻസിലാണ് ഫൈറ്റർ ജെറ്റ് ബോംബിട്ട് 500-ലധികം പേരുന്ന ആൾക്കാരെ കൊന്നൊടുക്കിയത്. അതിൽ 174 പേരും കുട്ടികളാണ്, 80-ലധികം പേര് സ്ത്രീകളാണ്, പിന്നെ കുറേ അധികം എൽഡേഴ്സുമാണ് എന്നുള്ള ദാരുണമായ സംഭവം നടന്നത്. ശരിക്കൊരു ശവക്കൂനയാണ് ഗസ. കഴിഞ്ഞ ദിവസം UN മനുഷ്യാവകാശ പ്രവർത്തകൻ അവിടെ സന്ദർശിച്ചിട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞു. തടിച്ചു കൊഴുത്ത നായ്ക്കൾ, അതിനിടയിൽ മെലിഞ്ഞുണങ്ങിയ മനുഷ്യർ, എവിടെയാണ് വിദ്യാലയമെന്നും എവിടെയാണ് ആശുപത്രി എന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു അന്തരീക്ഷം. അങ്ങനെ ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു യുദ്ധാനന്തരം ഒരു സ്ഥലം എന്തായിരിക്കുമെന്ന് ഒരുപക്ഷെ ചിന്തിക്കാനോ പറ്റാത്ത രീതിയിൽ ഗസ മാറി. എങ്ങനെയാണ് ഗസ ഇനി തിരിച്ചു വരിക? അല്ലെങ്കിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്, അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒരുപക്ഷെ ട്രംപ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ട്രംപിന്റെ ഒരു മൗനാനുവാദം കൂടി ഈ വെടിനിർത്തൽ കരാറിന് പിന്നിലില്ലേ? തീർച്ചയായും ട്രംപിൻ്റെ പെർമിഷൻ മാത്രമല്ല, അയാളുടെ ഒരു ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈഡൻ്റെ അടുത്ത് ബാറ്റൺ ട്രംപ് വാങ്ങിച്ചു ആ റിലേയിൽ. ട്രംപാണ് ഇപ്പോൾ ആ ബാറ്റനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ട്രംപിൻ്റെ പൂർണ്ണമായ പെർമിഷനോട് കൂടിയിട്ടാണ് ഇസ്രായേലിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ട്രംപ് ബൈഡൻ തടഞ്ഞു വെച്ച എല്ലാ ആയുധങ്ങളും സപ്ലൈ ചെയ്തു. സോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കുറേ ആയുധങ്ങളും ബോംബും അവരുടെ കയ്യിലുണ്ട്. അതൊന്ന്. രണ്ടാമത് ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശവക്കൂനങ്ങളാണ്, വേസ്റ്റ് കുന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ലിവിങ് കണ്ടീഷൻസ് കൊണ്ടുവരുന്ന ഒരു പ്ലാനാണ് ഈജിപ്ത് മുമ്പിൽ വെച്ചത്. ഈജിപ്തും അറബ് സമ്മിറ്റിൽ വളരെ വ്യക്തമായിട്ട് ഇത് എങ്ങനെ ക്ലിയർ ചെയ്തിട്ട് 3 കൊല്ലം കൊണ്ട് ഒരു ലീവബിൾ ഒരു റീകൺസ്ട്രക്ഷൻ നടത്താമെന്നുള്ളത് അവർ പറഞ്ഞു. അതിന് ഈജിപ്ഷ്യൻ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് അതിന് കഴിയുമായിരിക്കും ചെയ്യും. പക്ഷേ അതാണ് ട്രംപും നെതന്യാഹുവും റിജക്റ്റ് ചെയ്തത്. ഇനി എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു? അതിന് ഉത്തരം പറയാനുള്ളത് ആ ജനസൈഡ്, അവിടെയുള്ള ആൾക്കാരെ എത്തിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ പോകാൻ പറ്റുന്നില്ല. അതിന് എവിടേക്കാണ് പോകുന്നുള്ളത്, എവിടെ പോയാലും അവർക്ക് പ്രശ്നമല്ല. ആദ്യം ഈജിപ്റ്റ്, ജോർദാൻ എന്ന് പറഞ്ഞ് അവരെടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് നൗ ദേ ആർ ടോളിങ് അബൌട്ട് സോമാലിയ, സുഡാൻ, വളരെ ദരിദ്രമായ ആഫ്രിക്കൻ കൺട്രീസിൽ ഇവരെ കൊണ്ട് ഡംപ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയും കൊണ്ടാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. പക്ഷേ അതിന് ഈ ഒരു പീസ്ഫുൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പോവില്ല. അതുകൊണ്ടാണ് വാർ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊന്നും നടക്കാത്തവരെ ഇങ്ങനത്തെ ഈ വളരെ അൺഹൈജീനിക്കായുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് രോഗം പടരും. ആ രോഗം പടരാൻ ചികിത്സിക്കാൻ ആശുപത്രികളില്ല. കാരണം ആശുപത്രികളെല്ലാം ഒരു നശിപ്പിച്ചു. ആശുപത്രിയിലേക്ക് പോകാനുള്ള വഴി ഒരു തടഞ്ഞു വെച്ചു. ഇനി ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ആംബുലൻസും മറ്റേതിനും മറിച്ചിനും ആംബുലൻസുകളെ നേരെയും
ടാങ്കുകൾ ഷെല്ല് വധിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നത് അത് വഴി തടയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അസുഖം പിടിച്ച് മരിക്കും. അപ്പോൾ ആ തിന്നിങ് ദ പോപ്പുലേഷൻ, അതാണ് എൻ്റെ വേർഡ്, തിന്നിങ് ദ പോപ്പുലേഷൻ എന്നുള്ളതാണ് അവരുടെ മെയിൻ മോട്ടീവ്സ്. അത് നടത്താനുള്ള ഒരു മാർഗ്ഗം. രണ്ടാമത് നെക്സ്റ്റ് ജനറേഷൻ നശിപ്പിക്കുക, അതിനാണ് കുട്ടികളെ കൊല്ലുന്നത്. മൂന്നാമത് അവിടെ ഉണ്ടായിരുന്ന ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും മറ്റൊന്നും മറിച്ചും നശിപ്പിക്കുക. അതാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കമ്മീഷൻ ഓഫ് എൻക്വയറി ഈയിടെ അടുത്ത് യുണൈറ്റഡ് നേഷൻസിൽ വന്ന് റിപ്പോർട്ട് കൊടുത്തത്. കാരണം ഗാസയിലുണ്ടായിരുന്ന ഒരേ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്, IVF ക്ലിനിക്ക്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു നെക്സ്റ്റ് ജനറേഷനെ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് നശിപ്പിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കുന്നുകൂടിയുള്ള കൂമ്പാരങ്ങളും വേസ്റ്റുകളും തടിച്ചു കൊഴുത്തുള്ള നായ്ക്കളും തെരുവ് നായ്ക്കളും വളരുന്നെങ്കിലും അവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു. കഴിഞ്ഞ 18 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഗാസയിലെത്തിയിട്ടില്ല. അതും ഈ റംസാൻ സമയത്ത് 18 ഡേയ്സ് 19 ഡേയ്സായി ഏകദേശം. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും എത്തിയില്ല, ഒരു ഫുഡ് പോലും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു വീക്കായിട്ടുള്ള എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എണീറ്റ് നിൽക്കാൻ ഒരു കഴിവില്ലാത്ത വിശന്ന് വലഞ്ഞ ഒരു ജനങ്ങളാണ് സമയത്ത് അവരെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്, അവരെ കൊലപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഹമാസ് ഉണ്ടാവുമോ, നശിച്ചു പോവുക എന്നുള്ള ചോദ്യത്തിന് എക്സ്പേർട്സ് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് വിൽ നോട്ട് വാനിഷ്, ബിക്കോസ് ഇറ്റ് ഈസ് അത് അവരുടെ സൊസൈറ്റിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കണം. ഒരു വലിയ ചോദ്യമാണ്. കാരണം ഹമാസിന്റെ ഒരു പ്രതിരോധം, പിടിച്ചു നിൽപ്പ്, അതിജീവനം, അത് വളരെ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും തീവ്രമായി നിൽക്കുന്നതിന് എന്താണ് അതിന്റെ ഊർജം ആയി മാറുന്നത്? ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികൾ കിട്ടാവുന്ന എല്ലാവിധ ആയുധങ്ങളും വെച്ച് ആക്രമിക്കപ്പെടുമ്പോഴും ഹമാസ് കാണിക്കുന്ന ധീരത വല്ലാത്ത ഒന്നാണ്. അതെന്താണ് അതിന്റെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ വേർഡ് കാൾഡ് സുമൂദ്. അത് അറബിക് വേർഡാണ്. ആ അറബിക് വേർഡിൻ്റെ അർത്ഥം പേഴ്സവിയറൻസ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പേഴ്സവിയറൻസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, സ്റ്റഡ് ഫാസ്റ്റ്നെസ്, ദൃഢനിശ്ചയം, ആൻഡ് ദ കെയറിങ് ഫോർ സംബഡി എൽസ്. അവരെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവർ ബോംബ് ഇടുന്നതോട് കൂടിയിട്ട് ഇനീഷ്യൽ എക്സ്പ്ലോഷൻ എല്ലാവരും ഒരു സ്ഥലത്തു നിന്ന് ഓടിപ്പോവും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓടി വന്നിട്ട് ദേ ഡിഗ് ദ ഏരിയ വിത്ത് ദെയർ ബെയർ ഹാൻഡ്. കൈകൊണ്ട് മാറ്റിയിട്ടാണ് അവർ അവിടെയുള്ള ജീവിച്ചിരിക്കുന്നവരും അവരുടെ ബിൽഡിങ്ങിന് താഴെപ്പെട്ട ആൾക്കാരൊക്കെ കൈകൊണ്ട് വരിയെടുക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റഡ് ഫാസ്റ്റ്നെസ്, ഡിറ്റർമിനേഷൻ ടു സർവൈവ്, അതിന് പലസ്തീനിയൻ സുമൂദ് എന്ന് പറയും. അതിന് മാത്രം തന്നെ ഒരു റിസർച്ച് ഘടകമാണ്. അതൊന്ന്. രണ്ടാമത് ഇവരുടെ ദേ ആർ സബ്ജക്റ്റ് ടു ഓക്യുപ്പേഷൻ, ഒരു മിലിറ്ററി ഓക്യുപ്പേഷൻ ഫോർ എ ലോങ് ടൈം. അതുകൊണ്ടുണ്ടായ സർവൈവ് ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം, ഏത് ഹാർഷ് കണ്ടീഷൻസിലും നിന്ന് പോകാനുള്ള ഒരു ദൃഢനിശ്ചയം. പിന്നെ അവരെ മണ്ണ് വിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള അവരുടെ ഒരു മാനസികാവസ്ഥയും. കാരണം അവരെ ഓരോ സമയത്തും ഓരോ സ്ഥലത്തുനിന്നും ആട്ടി ഓടിച്ചപ്പോഴേക്ക് ഓരോ സ്ഥലത്തെത്തിയപ്പോഴും അവരോട് അന്നത്തെ അറബ് ഗവൺമെൻറ്റ്സ് മറ്റതും മറിച്ച് അവരൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചും കിട്ടണ വരാം. അവർ താക്കോലും അവരുടെ വീടുകളെ താക്കോലും കൈപിടിച്ച് പോയവർക്ക് ഇതിന് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒന്ന്. ഇനി ഏറ്റവും വലിയ കാരണം അവർക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് എങ്ങനെയായാലും അവർ കൊല്ലപ്പെടും എന്നുള്ളത്. അവരുടെ ജോബ് എന്താ പറയുക, അവരുടെ ലൈഫിൽ അങ്ങനെ എഴുതി വെച്ച മാതിരിയാണ്. ഇപ്പോൾ ഈ ഇസ്രായേൽ പറയുന്ന വാദഗതി എന്താണെന്ന് പറഞ്ഞാൽ ഹമാസ് ബന്ദികളെ വിട്ടുന്നില്ല, അതുകൊണ്ടാണ് ബന്ദികളെ വിടാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഒരു യുദ്ധം തുടരുന്നത്. ഇനി ഏകദേശം ഒരു 50 ചില്ലാനം ബന്ദികളായി ഇവരെ കയ്യിലുള്ളൂ, ജീവിച്ചിരിക്കുന്നു, മരിച്ചവരടക്കം. അതിൽ ഏകദേശം വളരെ കുറച്ചൊരു 10-14 പേര് മാത്രമാണ് ജീവിച്ചിരിക്കുന്നതാണ് കണക്ക്. ശരിയായ കണക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ അവരെയും പിന്നെ ഈ മരിച്ചവരുടെ റിമൈൻസും അത് ഇവർ വിട്ടു തരുന്നില്ല, അതുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയെന്നുള്ളതാണ്. പക്ഷേ ഹമാസ് നേരത്തെ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ബന്ദികളെയും ഈ മരിച്ചവരുടെ റിമൈൻസ് നിങ്ങൾക്ക് തരാം, പക്ഷേ ഒരു ഫുൾ ഈ യുദ്ധവിരാമം വേണം. നിങ്ങൾ ട്രൂപ്പ് വിഡ്രോ ചെയ്യണം, ഫുള്ള് യുദ്ധവിരാമം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് ഇതൊരു അഗ്രിമെൻ്റിലെത്താം എന്ന് പറഞ്ഞു. പക്ഷേ നെതന്യാഹുവിന് യുദ്ധം നിർത്താൻ പറ്റില്ല. നെതന്യാഹു യുദ്ധം നിർത്തി കഴിഞ്ഞാൽ അയാളുടെ പൊളിറ്റിക്കൽ സൂയിസൈഡാണത്. അതുകൊണ്ട് ആളുകൾ കണ്ടിന്യൂ ചെയ്യേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാരണം, ഇവിടെയുള്ള പോപ്പുലേഷൻ മാറ്റിയിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ ഇതിന് പറ്റിയൊരു ചാൻസാണ്. അപ്പോൾ ഇനി ഒരു യുദ്ധവിരാമം എന്നുള്ളത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്.
ഈ ആണവായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ ഇറാഖിലൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് അവിടെ കുട്ടികളിൽ ജനിതക വൈകല്യം ഭീകരമായ രീതിയിൽ ക്യാൻസർ ഉൾപ്പെടെ മറ്റു വൃക്കരോഗം ഉൾപ്പെടെ ഉണ്ടാകുന്നു എന്നുള്ളതും ഈ വലിയ പഠനങ്ങൾ വരുന്നുണ്ട്. UN ഉൾപ്പെടെ അത്തരം ആശങ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് അതേക്കുറിച്ചുള്ള അങ്ങയുടെ അറിവ്? അത് വളരെ ശരിയാണ്. കാരണം ഈ വക റേഡിയേഷൻ പുറത്തുവിടുന്ന എക്സ്പ്ലോസീവ്സ് യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അതേമാതിരി ഫോസ്ഫറസ് വെപ്പൺസൊന്നും യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഫോസ്ഫറസ് വെപ്പൺസൊക്കെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അത് മനുഷ്യൻ്റെ തൊലിയല്ല ബേൺ ചെയ്യുന്നത്, ആന്തരാവയവങ്ങളടക്കം അത് ബേൺ ചെയ്ത് നശിപ്പിക്കണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ UN ബാൻ ചെയ്ത വെപ്പൺസാണ്. പക്ഷേ ഈ ബാൻ ചെയ്ത വെപ്പൺസും അവരോട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഉണ്ടാകുന്ന മനുഷ്യൻ്റെ റേഡിയേഷൻ ഒരു ഫ്യൂച്ചർ ജനറേഷനെ അവരുടെ റീപ്രൊഡക്ഷനും അവരുടെ സർവൈവലിനും അത് ബാധിക്കും. അത് അവരുടെ ഒരു ടാക്റ്റിക്കാണ്. അത് അവർക്ക് അത് എന്ത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിന്നിങ് ദ പോപ്പുലേഷൻ. ഗാസയിൽ ആദ്യം 1948 ഒരു 400,000 4 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. 67 വാർ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും കൂടി. ഇപ്പോൾ അവിടെ 2 മില്യൺ ആൾക്കാരുണ്ട്. ഇത് കുറക്കണം എന്നുണ്ടെങ്കിൽ 2.2 മില്യൺ ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ 22 ലക്ഷം ജനങ്ങളുണ്ട്. അതിൽ കുറേ ഇപ്പോൾ ഈ യുദ്ധത്തിൽ നശിച്ചു. ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് ഓർഫൻസ് ഉള്ളത് ഇപ്പോൾ ഗാസയിലാണ്. ഏറ്റവും കൂടുതൽ ചൈൽഡ് ആംബ്യൂട്ടീവ്സ് ഉള്ളതും വേൾഡിൽ ഗാസയിലാണ്. അതാണ് അവിടുത്തെ കുട്ടികളുടെ ഒരു സ്ഥിതി. ഒറ്റ സ്കൂളുകൾ പോലുമില്ല, ഫങ്ഷൻ ചെയ്യുന്നില്ല, ഒരൊറ്റ ഹോസ്പിറ്റലിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തും ഈ അസുഖങ്ങൾ കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും, ഈ റേഡിയേഷൻ കൊണ്ടുള്ള അസുഖങ്ങൾ. അതുകൊണ്ട് അവരുടെ പിന്നീട് വരുന്ന ജനറേഷൻസിന് പല ഡിഫോമിറ്റിയോട് കൂടെ ആയിട്ടുണ്ടാകുന്നതോട് കൂടിയിട്ട് ഒരു നോൺ ഫങ്ഷനിങ് സൊസൈറ്റി ആയിട്ട് മാറും. അപ്പോൾ അവരെ കീഴ്പ്പെടുത്താനും അല്ലെങ്കിൽ അവരെ പുറന്തള്ളാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ശരിക്കും ഗസ ഒരു ശവപ്പറമ്പാണ്, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ UN പ്രതിനിധികൾ തന്നെ പറയുന്നത് 15 വർഷമെങ്കിലും വേണ്ടിവരും ചുരുങ്ങിയത് എന്നാണ്. വലിയൊരു വഴികളില്ല, യഥാർത്ഥ റോഡുകളില്ല. എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും? ഒരുപക്ഷെ അറബ് രാജ്യങ്ങളുടെ ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയും തള്ളിക്കളയുകയാണ്. ആ രീതിയിൽ വീണ്ടും യുദ്ധം വരികയാണ്. ആ മനുഷ്യരെങ്ങനെ ഇനി അവരുടെ ഒരു പഴയ ലോകത്തെ വീണ്ടെടുക്കാൻ പറ്റും? അത് വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ആദ്യം ഇതിന് ഏറ്റവും വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു യുദ്ധവിരാമം ഉണ്ടാവുക, ഒരു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ആൾക്കാർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കൊണ്ടുവരിക, ഫുഡും വാട്ടറും ചികിത്സാ സൗകര്യങ്ങളും സ്കൂളുകളും റീഎസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ ആദ്യം നേടിയെടുത്തെങ്കിൽ മാത്രമേ ഈ മറ്റുള്ള കാര്യങ്ങളും വേസ്റ്റ് റിമൂവലും പിന്നീട് അതിനോട് ചേർന്നുള്ള റീകൺസ്ട്രക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷേ ഇതിൽ ഈ ഒരു യുദ്ധവിരാമം എന്ന് പറഞ്ഞത് അതിൻ്റെ മുൻപ് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള അവരുടെ ഡെയിലി ലൈഫ് മുമ്പോട്ട് പോകുന്ന ജീവിതം ഇനി എത്ര കാലം മുമ്പോട്ട് പോകുന്നുള്ളതും വളരെ ദുരിതമായ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ ജനങ്ങൾക്ക് സഹിക്കേണ്ടി വരിക, അതുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടി വരിക എന്നുള്ളത് ഒരു വളരെ ദയനീയമായ ഒരു സംഭവം തന്നെയാണത്. അതിന് വേറെ രൂപത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സീസ് ഫയർ, ഒരു പെർമനൻറ്റ് സീസ് ഫയർ എത്തിക്കുക എന്നുള്ളതാണ്. ഫോളോഡ് ബൈ പിന്നെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സും മറ്റൊന്നും മറിച്ചൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്ലോ ചെയ്യണം. കുറച്ച് ട്രക്കുകൾ മാത്രം ലോഡ് കയറ്റി വന്നുകൊണ്ട് കാര്യമില്ല. അത് എല്ലാ ദിവസവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ സംഗതി പിന്നെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സീസ് ഫയറിൽ മാത്രമാണ് 500-600 ട്രക്കുകൾ കുറച്ച് ഭക്ഷണം കൊടുത്തത്. പക്ഷേ എന്നാലും ആ സമയത്ത് പോലും നെതന്യാഹു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സീസ് ഫയർ പല പ്രാവശ്യം ആൾ ബന്ധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ 158-60 പേരെ ആ സമയത്ത് കൊലപ്പെടുത്തി. ആ സമയത്ത് അഗ്രിമെൻ്റ് പ്രകാരം കൊടുക്കേണ്ട ടെൻറ്റുകൾ കൊടുത്തില്ല. 2 ലക്ഷം ടെൻറ്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. കാരവൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. ഇതൊക്കെ റാഫ ബോർഡറിൽ, ഈജിപ്റ്റ് ബോർഡറിൽ കെട്ടിക്കിടക്കുക ചെയ്ത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. അതാണ് ഇതിലുള്ളത്. അങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ അവർ വളരെ കാറ്റഗറിക്കലായിട്ട് ഇസ്രായേൽ സീസ് ഫയർ അഗ്രിമെൻ്റ് ഖണ്ഡിക്കുന്നു. എന്നിട്ട് മറ്റൊരു സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുന്നത് അത് അവരുടെ ദർ മാസ്റ്റേഴ്സ് ഓഫ് ലയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഹമാസിനെയും ഫലസ്തീൻ ജനതയെ അറിയുന്ന ഒരാളും
ആ ജനതയെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും കരുതില്ല. അതില്ല. പക്ഷേ ട്രംപ് ആവശ്യപ്പെടുന്നു, നിങ്ങളെ ഈ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കയിലൊക്കെ ദരിദ്ര രാജ്യങ്ങൾ സൊമാലി ഉൾപ്പെടെയുള്ളടത്ത് കൊണ്ടുപോയി പുനരധിവസിപ്പിക്കാം, ഇത് വിട്ടുതരൂ എന്ന്. ഇത് ഇസ്രായേലിന്റെ താല്പര്യ സംരക്ഷണത്തിനാണോ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ ഞങ്ങളൊരു മാന്യന്മാരാണെന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാവമാണ്? ഇതൊരിക്കലും ലോകത്തിന് മുമ്പിൽ അവരൊരു മാന്യന്മാരാവുന്നില്ല, അവർ ശരിക്കും വഷളന്മാരാവുക ചെയ്യുന്നത്. കാരണം അങ്ങനെ മാന്യന്മാരാവണമെന്നുണ്ടെങ്കിൽ ഈ ഗാസ ജനതയെ എയർലിഫ്റ്റ് ചെയ്ത് US കൊണ്ടാക്കായിരുന്നു, യൂറോപ്പിൽ കൊണ്ടാക്കായിരുന്നു. ദേ ഡോണ്ട് വാണ്ട് ദം. ഇങ്ങോട്ട് വരണ്ട. നിങ്ങൾ അവിടുന്ന് പിന്നെ ഈജിപ്തിലോ അല്ലെങ്കിൽ ജോർദാനിലോ ആദ്യം റെഫ്യൂജി ക്യാമ്പ് അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്തിനാ തിരിച്ചു വരണം എന്നുള്ളായിരുന്നു. അതവർ നോന്ന് പറഞ്ഞപ്പോഴാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവരെ കൊണ്ട് തള്ളാന്ന് പറയുന്നത്. അത് സോമാലിയ, സുഡാൻ എന്നുള്ള രാജ്യങ്ങളിലൊക്കെ അവർക്ക് പറഞ്ഞ് ഉള്ള ന്യൂസ് റിപ്പോർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇത് അവർ വെറും വഷളാവുന്ന ചെയ്യുന്നത് അതോടുകൂടി. രണ്ടാമത്തെ ചോദ്യത്തിന് ഇത് ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ക്ലിയർലി ഫോർ എ ഗ്രേറ്റർ ഇസ്രായേൽ വിഷൻ. വിശാല ഇസ്രായേൽ വിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗാസ ഒഴിവാക്കിയിട്ട് അവിടെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ റൈറ്റ് വിങ് ഇസ്രായേലി സെറ്റിലേഴ്സ് ദേ ആർ ഓൾറെഡി എന്താ പറയുക പ്ലാനിങ്ങും മറ്റതും മറിച്ചും തുടങ്ങിയിട്ടുണ്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഇസ്രായേലി സെറ്റിലേഴ്സ് വരുന്നതിന് അത് പച്ചക്ക് പിന്നെ ട്രംപ് പറഞ്ഞില്ല. ട്രംപ് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ റിവേറിയ ഒരു മാക്സിമം ഒരു സീ ഫേസിങ് കടലിനും നോക്കി നിൽക്കുന്ന നല്ലൊരു റിവേർ ഉണ്ടാക്കിയിട്ട് ഫോർ ദ റിച്ച് ബോയ്സ് ഓൺലി. അത് നോട്ട് ഫോർ ദ ഗാസൻസ്, നോട്ട് ഫോർ ദ പലസ്തീനിയൻസ് ഹൂ ഓൺ ദ ലാൻഡ്. പക്ഷേ അപ്പോൾ ട്രംപിൻ്റെ റിച്ച് ബോയ്സിന് വേണ്ടിയുള്ള ആ വൈറ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ദിസ് ഈസ് ടു ഓണസ്റ്റ്ലി സേ ദിസ് ഈസ് അബ്സല്യൂട്ട് റേസിസം ടു ദ എക്സ്ട്രീം എക്സ്റ്റെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പലസ്തീനിയൻസ് മനുഷ്യരല്ല, അവർ നമുക്കും നിങ്ങൾക്കും തുല്യരല്ല. അവരൊക്കെ മേലിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും തട്ടിവിടാം. ദേ ക്യാൻ ബി റോട്ടൺ ടു ഡെത്ത് എന്നാണ് ഒരു ഇസ്രായേലി ന്യൂസ് ചാനലിൽ അവിടുത്തെ ഒരു പ്രതിനിധി പറഞ്ഞ് ഞാൻ കേട്ടത്. ദേ ക്യാൻ ബി റോട്ടൺ ടു ഡെത്ത്. അത്രേ അവർക്ക് വില കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അബ്സല്യൂട്ട് റേസിസ്റ്റ് വൈറ്റ് കൊളോണിയൽ അപ്രോച്ച്, റേസിസ്റ്റ് ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിലുള്ളത്, അതിൻ്റെ വാസ്തവം. പക്ഷേ പലസ്തീനിയൻ ജനത അവരുടെ നാടും വീടും വിട്ട് പോവില്ല എന്നുള്ള ഏകദേശം ഇതിനകം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ദേ വിൽ ഡൈ ഇൻ ദെയർ ലാൻഡ് ഇഫ് ദാറ്റ് സിറ്റുവേഷൻ കംസ് ത്രൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അങ്ങനെ വരുന്നതോടുകൂടി എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും ഈ വേൾഡിലുള്ള അവരുടെ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് അതോടുകൂടി ഇല്ലാണ്ടാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ഇപ്പം തന്നെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഹിപ്പോക്രസി ടു ദ എക്സ്ട്രീം എക്സ്റ്റെൻറ്റ് അത് വളരെ വളരെ അധികം വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വക കാര്യങ്ങളിലൂടെ. വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്നതോടെ വലതുപക്ഷവൽക്കരണം, കുടിയേറ്റക്കാർ, മനുഷ്യത്വരഹിതമായ നിലപാടുകൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നിന്നോണം അതിന് കൈയടിക്കുന്ന ചില വലതുപക്ഷ രാജ്യങ്ങളുണ്ട്. എന്താണ് ശരിക്കും ഈ അമേരിക്കൻ ജനത പോലും അതിനെതിരെ അസ്വസ്ഥരാണ് എന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് ട്രംപിന്റെ ഉദ്ദേശം? എന്താണ് ഒരുപക്ഷെ കുത്തകൾക്ക് വേണ്ടിയുള്ള ട്രംപിൻ്റെ ഉദ്ദേശം വെരി ക്ലിയർ. ഒന്ന്, ഈ വൈറ്റ് കൊളോണിയൽ സുപ്രീമിസ്റ്റ് റേസിസ്റ്റ് അപ്രോച്ച്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതലായിട്ടുള്ള പറയേണ്ടത് പിന്നെ അൺക്വസ്റ്റ്യനബിൾ സപ്പോർട്ട് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലാണ് US ഫോറിൻ പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലാണ്ട് അമേരിക്ക അല്ല അമേരിക്കയുടെ ഫോറിൻ പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ വിഷയത്തിലെങ്കിലും ഇസ്രായേൽ ഡിക്റ്റേറ്റ് എന്താണ് അവിടെ ഫോറിൻ പോളിസി ഡിക്റ്റേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ ഈവൺ ഇപ്പോൾ നമ്മൾ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രതിനിധികൾ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, അമേരിക്കയുടെ പിന്നെ UN അംബാസിഡർ സ്റ്റെഫനിക്, അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡർ, ഇവരോട് ഓരോരുത്തരെയും നിങ്ങൾ എടുത്ത് അവരുടെ പ്രൊഫൈൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ അങ്ങേയറ്റം സയനിസ്റ്റുകളാണ്. ഇവർ അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡർ ഈ സെറ്റിൽമെൻറ്റ് എന്നൊരു സംഭവം തന്നെ ഇല്ല, അത് കമ്മ്യൂണിറ്റീസാണ്, അത് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ താമസിക്കുന്നു. പലസ്തീനിയൻസാണ് അവിടെ സെറ്റിലേഴ്സ് എന്ന് പറഞ്ഞതാണ്. പലസ്തീനിയൻസാണ് ആ രാജ്യത്തെ ഇൻഡിജിനസ് ആൾക്കാർ. അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ പലസ്തീനിയൻ പോപ്പുലേഷനാണ്. അവരില്ല, അവർ സബ് ഹ്യൂമൻസാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ അനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വൈറ്റ് കൊളോണിയൽ സുപ്രീമിസ്റ്റ് പ്രൊജക്റ്റ്, ഗ്രേറ്റർ ഇസ്രായേൽ വിഷൻ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്
ഇസ്രായേൽ പിന്നെ സിറിയയുടെ വലിയൊരു ഭാഗം പിടിച്ചടക്കി കഴിഞ്ഞിപ്പോൾ. അപ്പോൾ നോക്കണം, ഒരു നൈബറി, നിങ്ങളുടെ നൈബറി വീക്കാകുന്ന സമയത്ത് ആ നൈബറെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലാൻഡ് പോയിട്ട് നിങ്ങൾ പിന്നെ കയ്യേറുക എന്ന് പറഞ്ഞത് ഒരു ഇറ്റ് ഡസൻ വർക്ക് വിത്ത് യുവർ മൊറാലിറ്റി അല്ലേ, അതിൻ്റെ ഒരു എത്തിക്സ് ഓഫ് പ്രിൻസിപ്പിൾ അതാക്കാൻ ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും 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 കയ്യേറി. ഇപ്പോൾ സദേൺ സിറിയയുടെ നല്ലൊരു ഭാഗം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലായി. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഒരു വിഷനാണ്. ആ ഭാഗത്തു നിന്നും ഇനി അവർ പിന്മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും. ഇപ്പോൾ സദേൺ ലെബനോൺ തന്നെ അവർ കുറേ കാലം ഹോൾഡ് ചെയ്തു. പക്ഷേ അവിടെ ഹെസ്ബുള്ള വന്നു, 18 കൊല്ലം ഫൈറ്റ് ചെയ്തു. ഹെസ്ബുള്ള ഇവരൊക്കെ ശരിക്ക് ഇസ്രായേലിന് നല്ല കാഷ്വാലിറ്റി വന്ന സമയത്ത് അവരുടെ നിന്ന് അവർ പിന്മാറേണ്ടി വന്നു. അപ്പോൾ ഇത് സിറിയയിൽ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ അറിയില്ല. പക്ഷേ സിറിയ കുറേയും കൂടി സ്റ്റേബിളാണ് സമയത്തും അവർക്കൊരു ഗവൺമെൻറ്, ഒരു ഡിഫൻസ് ഫോഴ്സൊക്കെ വരുമ്പോൾ കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സിറിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രാജ്യം ഏകദേശം ഒരു ഡിസിൻറ്റഗ്രേറ്റഡ് ഫാഷനിലൂടെയാണ് പോകുന്നത്. കൂടുതലും ഞാൻ ആ സബ്ജക്റ്റിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി, ഗ്രേറ്റർ ഇസ്രായേൽ വിഷൻ. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നടത്തിയ ഒരു നാടകം, അല്ലെങ്കിൽ അവിടെ ഒരു യുക്രൈൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിൽ അവരുടെ ധാതുക്കളൊക്കെ അമേരിക്ക കൊടുക്കാനുള്ള ഒരു കരാർ ഒപ്പിടണം. അതിൽ പ്രസിഡന്റ് വഴങ്ങാതെ പോരുകയൊക്കെ ചെയ്തു. എന്താണ് അമേരിക്ക അതിലൂടെ ലക്ഷ്യമിടുന്നത്? പക്ഷെ അതിന്റെ പിന്നിലും ഇസ്രായേൽ, റഷ്യയൊക്കെ ആണല്ലോ അഭ്യാസം കളിക്കുന്നത്. അത് ഞാനതിൽ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് വേറെ രാജ്യത്തെ പ്രസിഡന്റിന് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ വെച്ച് ശരിക്കും ഹ്യൂമിലിയേറ്റ് ചെയ്തു. ഇപ്പം നിങ്ങളെ വീട്ടിൽ ഒരു ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ കടമയാണ്. അപ്പോൾ അവരുടെ ആ കൾച്ചർ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് അവരവരെ സ്ഥലത്ത് വെച്ചിട്ട് യുക്രൈനിയൻ പ്രസിഡന്റ് അങ്ങേയറ്റം ഹ്യൂമിലിയേറ്റ് ചെയ്ത് പറഞ്ഞയച്ചു. ഇനി ആ യുക്രൈൻ പ്രസിഡന്റിനോട് 2-3 കാര്യങ്ങൾ. ഒന്ന്, അവിടുത്തെ മൈൻസിൻ്റെ റൈറ്റ്സ് കൊടുത്തിട്ട് അത് കുഴിച്ചെടുക്കാനുള്ള റൈറ്റ്സ് US കൊടുക്കണം. എന്തുകൊണ്ടാണ്? കാരണം പ്രീവിയസ് US ഗവൺമെൻറ്, ബൈഡൻ അതിന് മുമ്പുള്ള ആൾക്കാരൊക്കെ കണ്ടമാനം ആയുധങ്ങളും സഹായങ്ങളും ധനസഹായങ്ങളും ഉക്രൈന് കൊടുത്തു. ആ കടം നിങ്ങൾ വിട്ടു. ഇത് കടം വെച്ച് കൊടുത്താണെന്നുള്ളത് നമുക്ക് രേഖകളോ മാറ്റം മറിച്ചോ ഒന്നുമില്ല. കാരണം അവർ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ കടം വീട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പം നിങ്ങളെ പ്രോപ്പർട്ടി ഇതാണ്. ഇത് ഇവിടെയൊക്കെ നടക്കുന്ന ഡീൽ മാതിരി ഉണ്ടല്ലോ, മാഫിയ ഡീലിൻ്റെ സ്റ്റൈലിലേക്ക് ആൾ പോയി. അതിന് ഉക്രൈൻ പ്രസിഡന്റ് റെഡിയായില്ല. പിന്നെ റഷ്യൻ പ്രസിഡന്റിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യൻ പ്രസിഡന്റ് നിങ്ങൾ ഉക്രൈൻ്റെ ഭാഗങ്ങളെടുത്തോ. എന്നിട്ട് ഉക്രൈൻ പ്രസിഡന്റിനോട് പറയുന്നതെന്ന് വെച്ചാൽ സീസ് ഫയറിനെ ഫോഴ്സ്ഫുള്ളിയിട്ട് അഗ്രി ചെയ്യാണ്. കാരണം ആ ഉക്രൈൻ്റെ പല ഭാഗങ്ങളും റഷ്യക്ക് കയ്യേറാൻ അനുവദിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിനായിട്ടും ഇതേമാതിരി ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും പുടിനായിട്ട് നല്ലൊരു റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൽ വേറൊരു കാരണം കൂടിയുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. ഇസ്രായേലിന് വെസ്റ്റ് ബാങ്ക് മുഴുവൻ അനക്സ് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ. അങ്ങനെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാൻ ഇലക്ഷൻ്റെ സമയത്ത്, ട്രംപിന് ഇലക്ഷൻ്റെ സമയത്ത് ഇസ്രായേൽ ലോബിയുള്ള ഒരു റിച്ച് ഇസ്രായേൽ പേഴ്സൻ്റെ വൈഫ് $100 മില്യൺ $100 മില്യൺ ട്രംപിന് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡൊണേഷൻ്റെ കണ്ടീഷൻ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാൻ സമ്മതിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഹിസ് അജണ്ട. ഹി ഹാസ് ടു ഡു ദാറ്റ് വൺ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അത് അനക്സേഷന് സമ്മതിക്കണം. അതാണ് ഇസ്രായേലും US-ഉം ട്രംപും തമ്മിലുള്ള വേറൊരു അണ്ടർഗ്രൗണ്ട് ഒരു ഡീൽ നടക്കുന്നത്. അങ്ങനെ അനക്സേഷൻ വരുന്നതോട് കൂടിയിട്ട് UN സെക്യൂരിറ്റി കൗൺസിലും യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇവരൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവും. സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ വരും. റഷ്യ അപ്പോൾ അതിനോട് US-നോട് കൂടെ നിൽക്കണം. ആ US-നോട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉക്രൈൻ്റെ ഭാഗം എടുത്തോളൂ, ഞാൻ ഇസ്രായേൽ അനക്സ് ചെയ്യുന്നതോട്, വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങളും യുണൈറ്റഡ് നേഷൻസിൽ വലിയ ബഹളം ഉണ്ടാകുമ്പോഴും റെസൊല്യൂഷൻസ് വരുന്ന സമയത്തിലും നിങ്ങൾ വീറ്റോ ചെയ്യാൻ പാടില്ല, ഞങ്ങളെ കൂടെ നിൽക്കണം. സോ ഇറ്റ്സ് എ ഗീവ് ആൻഡ് ടേക്ക് പോളിസി. അതാണ് അതിലുള്ള വേറൊരു വശം. ഇപ്പം നിങ്ങൾ അതിന് കൂടുതലായിട്ട് ഗവേഷണം നടത്തി നിങ്ങൾ അതിനെക്കുറിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഈസ് എ ട്രാൻസാക്ഷണൽ പ്രസിഡൻറ്റ്. ഈസ് എ ബിസിനസ് മാൻ. അയാളെ സംബന്ധിച്ചിടത്തോളം കൊടുത്തും വാങ്ങുന്ന ആളാണ്.
അതാണിപ്പോൾ ഉക്രൈനോടും പറഞ്ഞത്, നിങ്ങൾക്ക് ഒരുപാട് ആയുധം കാശും തന്നു, നിങ്ങൾ പൈസ തരാൻ അല്ലെങ്കിൽ നിങ്ങൾ മൈന് താ. അപ്പോൾ ഞാനൊന്ന് തരുന്നു, നിങ്ങൾ തരുന്നു. ഇതേ കാരണങ്ങളാണ് ഈ പലസ്തീനിയൻ റെഫ്യൂജീസിന് ഈജിപ്തിനോടും ജോർദാനോടും എടുക്കുമ്പോൾ പറഞ്ഞത്, വി ഹാവ് ഡൺ ലോട്ട് ഫോർ ദം. കാരണം ഈജിപ്റ്റ് ഈസ് റിസീവിങ് എവറി ഇയർ ഫ്യൂ ബില്യൺ ഡോളേഴ്സ് ഫ്രം US. ജോർദാൻ എങ്ങാണ്ടോ ഒരു 2 ബില്യണോ 1.5 ബില്യണോ കിട്ടുന്നുണ്ട്. അതാണ് കൂടുതൽ കാശ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ കേൾക്കുക, ട്രാൻസാക്ഷണൽ സ്റ്റാറ്റസ്. പക്ഷേ ഈ ഈജിപ്ഷ്യൻ പോപ്പുലേഷൻ ഈസ് അബൌട്ട് 110-120 മില്യൺ. ഈ കിട്ടുന്ന കാശ് നിങ്ങൾ പോപ്പുലേഷൻ വായിക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും $20 കിട്ടുമായിരിക്കും. മനസ്സിലായില്ലേ? ആ ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്താണെന്ന് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും വേറെ രാജ്യത്ത് നിന്ന് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ സഹായം വാങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ഫോറിൻ പോളിസിയുടെ നല്ലൊരു ശതമാനം ആ രാജ്യത്തിന് നിങ്ങൾ എഴുതി തീര് കൊടുത്ത മാതിരിയാണ് ഇത്. പഠിപ്പിക്കാം. നിങ്ങൾ ഒരു രാജ്യത്തു നിന്ന് നിങ്ങൾ സഹായം വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളെ ഫോറിൻ പോളിസി ആയിട്ട് നിങ്ങൾ മാറ്റണം. അതിന് തീരെ എഴുതി കൊടുത്ത മാതിരിയാണ് ആ ഒരു രൂപത്തിലായിരിക്കണം സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ എടുക്കുന്ന നടപടികൾ പോലും ഇവിടെ നമ്മുടെ മോദി നമ്മുടെ പ്രിയ സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറഞ്ഞ് എഴുതുകയൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്നും ചായ സൽക്കാരം നടന്ന് തൊട്ടടുത്ത ദിവസം ഇന്ത്യക്കാരെ മടക്കി കുത്തിയിട്ടാണ് ഈ വിമാനത്തിലൂടെ ദയനീയമായൊരു കാഴ്ചയായിരുന്നു. ഒരുപക്ഷെ ഈ ട്രംപ് ഒരു വിചിത്ര സ്വഭാവക്കാരനാണ്. അതെ, കാരണം ഹീസ് വെരി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ പറയുന്നതിനെ തിരുത്തി പറയുന്നത് മാറ്റി പറയുന്നതും തീരെ ഒരു സീസൺഡ് അല്ലെങ്കിൽ ഒരു എലക്റ്റഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് സംസാരിക്കുന്ന ശൈലിയിലോ രൂപത്തിലോ അല്ല ട്രംപ് പെരുമാറുന്നത്. ആൻഡ് ഹീസ് ഫേമസ് ഫോർ ദാറ്റ് വൺ. അത് അങ്ങനെ ഒരു നേച്ചറാണ്. ആൻഡ് ദാറ്റ് ഈസ് ഹി സ്റ്റൈൽ. ആൻഡ് പീപ്പിൾ സോ വി ക്യാൻ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം ഹിം. എനി കൈൻഡ് ഓഫ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറിയിട്ടുള്ള ഒരു പെരുമാറ്റം, ഒരു വിദ്വേഷ പ്രസംഗങ്ങളും സ്ലർ ലാംഗ്വേജ് ഉപയോഗിക്കലും, മറ്റുള്ളവരെ അങ്ങേയറ്റം ഡിമണൈസ് ചെയ്യലും. ഇപ്പോൾ പലസ്തീൻ എന്നുള്ള വേർഡ് തന്നെ അയാൾ സ്ലർ ലാംഗ്വേജ് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ സെനറ്റ് കമ്മിറ്റിയിൽ തന്നെ ഒരു സീനിയർ ജൂയിഷ് ലീഡർ ഈ ഇസ്രായേലി പ്രൈം മിനിസ്റ്ററെ കുറ്റം പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അങ്ങനെ ആ ജൂയിഷ് ലീഡറെ വളരെ ഹീസ് നോട്ട് ജൂയിഷ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ലർ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രസിഡൻറ്റ് അവിടുത്തെ കോൺഗ്രസ്സിലെ ഒരു സീനിയർ മെമ്പറെ വിളിച്ചത്. അപ്പോൾ അതൊക്കെ അവരുടെ ആ ഒരു സ്വഭാവ രീതി നമുക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു അപ്രോച്ചായ മാതിരി തോന്നും. പലസ്തീൻ അനുകൂലികളെ പോലും തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു സമീപനമാണ്. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇന്നലെ പോലും മുഖംമൂടിയിട്ട പോലീസ് പിടിച്ചുകൊണ്ടുപോയതായി വാർത്തയുണ്ട്. അമേരിക്കയിൽ ആ ഒരു തരം അടിയന്തരാവസ്ഥ നടക്കുന്നുണ്ട്. അത് എവറി ഫാസിസ്റ്റ് ഗവൺമെൻറ് ഹാസ് ഡൺ ദാറ്റ് വൺ. അതായത് എനിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും ഒപ്പോസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻറ്റ് ക്യാമ്പസിലാണ് ആദ്യം സംഭവിക്കുക. അപ്പോൾ അവിടെ എല്ലാ ഫോഴ്സുകളും ഉപയോഗിച്ച് അത് സപ്രസ് ചെയ്യാം. അത് ഇസ്രായേൽ ലോബിയുടെ ആവശ്യം കൂടിയാണ്. ഏതെങ്കിലും മീഡിയ നമുക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്റ്റീവ് മൂവ്മെൻറ്റ് എതിരായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങേയറ്റം അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ആ വോയിസ് നശിപ്പിക്കുക എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ഒരു രീതിയാണ്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതുവിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോർ ടെനൻസ് ഓഫ് അമേരിക്കൻ പ്രിൻസിപ്പിൾ, ദ ഫ്രീഡം ഓഫ് സ്പീച്ച്, അത് അവരെന്നെ നശിപ്പിക്കുകയാണ്. ആ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീഡം ടു പ്രൊട്ടസ്റ്റ് ആൻഡ് ഫ്രീഡം ടു വോയിസ് അവർ ഒപ്പീനിയൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടായി മാറി. ഇപ്പോൾ ഇവരെന്നെ BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിയൻസ് ഇസ്രായേൽ വല്ല ആക്രമണം നടത്തിയ സമയത്ത് പലസ്തീനിയൻസ് മേർഡേഡ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുക്കുക. ഇസ്രായേൽ ഗാസിൽ ബോംബിട്ട് കുറേ ആൾക്കാർ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലസ്തീനിയൻസ് ഡൈഡ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ന്യൂസ് കൊടുക്കുക. ഒന്ന് ആക്റ്റീവ് വോയിസ്, ഒന്ന് പാസീവ് വോയിസ് എന്ന് പറയും. ഇവരെങ്ങനെ മരിച്ചു എന്നുള്ളതറിയില്ല. പലസ്തീനിയൻസ് ഡൈഡ്, ഇവർ മേർഡേഡ്. അപ്പോൾ ഇതുമാതിരിയുള്ള ആ ഒരു രൂപത്തിൽ ആക്കിയിട്ട് BBC അടക്കം അവരുടെ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് സ്റ്റൈൽ മാറ്റി. അതൊക്കെ ഒരു വളരെ മോശമായ രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. സാമ്രാജ്യത്വ സംരക്ഷണത്തിനായി മീഡിയ ഒക്കെ മാറിക്കഴിഞ്ഞു. ഫാസിസ്റ്റ് ഭരണകൂടം ആദ്യം പിടികൂടുന്നത് ഒന്ന് മീഡിയയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൊക്കെ. ഇനി ഇപ്പോൾ വീണ്ടും കരയുദ്ധം ആരംഭിച്ചു. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഗസ് ചെയ്യാനേ പറ്റൂ എങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത കാലത്തൊന്നും ഒരു സീസ് ഫയർ എന്നുള്ള ഒരു സംഗതി ഏകദേശം ഇപ്പോൾ റൈറ്റ് ഓഫ് ചെയ്തിരിക്കണം. അത് നടക്കാൻ പോകുന്നില്ല. ഇസ്രായേൽ ഇവിടുന്ന് ഗാസിന് പിന്മാറാനും പോകുന്നില്ല. സീസ് ഫയർ എന്ന് പ്രഖ്യാപിച്ചോ അന്ന് ദാറ്റ് വിൽ ബി എ പൊളിറ്റിക്കൽ സൂയിസൈഡ് ഫോർ നെതന്യാഹു. കാരണം അവളുടെ ഗവൺമെൻറ്റിലെ ആൾക്കാർ വിട്ടുപോകും.
പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ ഗാസയുടെ ഡിഫറെൻറ്റ് എൻക്ലേവ്സ് ആക്കിയിട്ട് ഇവർ മാറ്റും. ഡിഫറെൻറ്റ് എൻക്ലേവ്സ് ആയിട്ട് ചുറ്റോറും മിലിറ്ററി ചെക്ക് പോസ്റ്റും മിലിറ്ററി ഒബ്സർവേഷൻ പോസ്റ്റും ആയിട്ട് ഈ ആൾക്കാർ ഓരോ കൂട്ടിൽ ഇട്ട് വെക്കും. ആൻഡ് ദാറ്റ് ഹാസ് ആക്ച്വലി റിട്ടൺ ആൻഡ് ടോൾഡ് ബൈ ദ ന്യൂ ജനറൽ ഹർസെ ഹലീവി എന്ന് പറഞ്ഞ പ്രീവിയസ് ജനറൽ മാറി ഒരു പുതിയ ജനറൽ ഇപ്പോൾ ഇസ്രായേൽ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം മുഴുവനും അയാളുടെ ക്രിയേഷനാണ്. അപ്പോൾ ഇതൊരു ഓരോരോ എൻക്ലേവ്സ് ആക്കി മാറ്റി കഴിഞ്ഞിട്ട് ആ എൻക്ലേവ്സൊക്കെ മുഴുവൻ ചെക്ക് പോയിൻറ്റ്സും എൻട്രിയും ഈ ചകത്ത് പോകുന്നതും പുറത്ത് പോകുന്നവരൊക്കെ കൺട്രോൾ ചെയ്യും. അത്യാവശ്യത്തിന് ഭക്ഷണം മാത്രം കൊടുക്കും. വേറെ യാതൊരു സൗകര്യങ്ങളും ഉണ്ടാവില്ല, റീകൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല, സ്കൂൾ ഉണ്ടാവില്ല, ഹോസ്പിറ്റൽ ഉണ്ടാവില്ല, ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, മിനിമലിസ്റ്റിക് ഫെസിലിറ്റീസ് മാത്രം കൊടുക്കും. അങ്ങനെ ആ ഒരു പോപ്പുലേഷൻ അതേ കാലം ജീവിക്കാതെ തന്നെ അവരെന്നെ പെരിഷ് ചെയ്ത് പോകുന്ന രൂപത്തിൽ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും റെഫ്യൂജി ക്യാമ്പ്സായിട്ട് അവിടെ കുറച്ച് അവിടെ ഇവിടെ നിൽക്കും. ഇവർക്ക് ഇവിടെയുള്ള ആൾക്ക് അവർക്ക് പോകാൻ, അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് പോകാനുള്ള പ്രയാസങ്ങൾ, ചെക്ക് പോയിൻറ്റ്സും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ എന്താണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാതിരി ഇവിടെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രൂപത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ നിഗമനം. അല്ലാണ്ട് പരിപൂർണമായിട്ട് അവിടുന്ന് ഇസ്രായേലി ട്രൂപ്സ് വിഡ്രോ ചെയ്യും എന്നുള്ളത് തോന്നുന്നില്ല. ഗാസയുടെ തന്നെ പല ഭാഗവും ഇപ്പോൾ നെറ്റ്സറിം കോറിഡോർ അവർ വീണ്ടും കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഗാസയുടെ നോർത്തേൺ സൈഡിൽ അവിടെയുള്ള പലസ്തീൻസ് മുഴുവൻ അവിടുന്ന് എവാക്യുവേറ്റ് ചെയ്യും. മിക്കവാറും അവിടെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവരും. ഡോക്ടർ അമീർ പിച്ചാടാണ് ഒരുപക്ഷെ ഗസയെക്കുറിച്ച്, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിച്ചത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറഞ്ഞത്. ലോകം കേൾക്കേണ്ട ചില വിവരങ്ങൾ, അടുത്തറിഞ്ഞ ഒരു മനുഷ്യന്റെ വെളിപ്പെടുത്തൽ പോലെ. വളരെ നന്ദി സർ, ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചത്. താങ്ക് യു. ഇറ്റ്സ് മൈ പ്ലഷർ.